എട്ടാം പാദ വാർഷിക പരീക്ഷ 5ാം ക്ലാസ്സിന്റെ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം, എഴുതാം. പറന്ന് പറന്ന് മരക്കൂട്ടങ്ങളും കോടമഞ്ഞും പിന്നീട് ആ ദേശാടന പക്ഷി മുന്നോട്ടു പോയി. പല കാലങ്ങളായി ഈ യാത്ര തുടങ്ങിയിട്ട്. പൂർവികർ കാണിച്ചു തന്ന ആകാശപാതയിലൂടെ വഴി തെറ്റാതെ പറക്കാൻ ദേശാടന പക്ഷിക്ക് കഴിയും. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ രാത്രിയുടെ പകുതിയും വലിയ ചിറകുകളുടെ കാര്യത്തിൽ കാറ്റിനെ തോൽപ്പിച്ച് പകലത്രയും പറന്നെത്തുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ മരക്കൊമ്പിലേക്കാണ്. വറ്റാത്ത ചോലയുടെ മീതെ ചാഞ്ഞു നിൽക്കുന്ന ചുവന്ന പൂക്കൾ നിറഞ്ഞ മരക്കൊമ്പിന്റെ നിറമുള്ള തണലിലേക്ക്, വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന ആ മരക്കൊമ്പിന്റെ സൗന്ദര്യത്തിലേക്ക്, സ്വന്തം ഹൃദയത്തിലേക്ക്. അപ്പോൾ മാത്രമാണ് ആ പക്ഷി പറന്നെത്തുന്നത്. ദേവനന്ദ. അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഇതിൽ തന്നെ ഉത്തരങ്ങൾ ഉണ്ടാവും, ശ്രദ്ധിച്ച് വായിച്ച് ഉത്തരങ്ങൾ എഴുതുക. ദേശാടന പക്ഷിക്ക് രാത്രിയുടെ പകുതിയോളം സഞ്ചരിക്കാൻ സഹായം നൽകുന്നത് ആരാണ്? അകക്കണ്ണ്. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ദേശാടന പക്ഷിക്ക് വഴിതെറ്റാതെ പറക്കാൻ കഴിയും അല്ലേ? അപ്പോൾ അകക്കണ്ണാണ്. രണ്ടാമത്തത് ബി, വഴി തെറ്റാതെ ലക്ഷ്യത്തിലെത്താൻ ദേശാടന പക്ഷിക്ക് കഴിയുന്നതിനുള്ള കാരണം എന്ത്? എന്തുകൊണ്ടായിരിക്കും? പൂർവികർ. എന്താണ്? പൂർവികർ. നെക്സ്റ്റ്, ദേശാടന പക്ഷിയുടെ യാത്രയുടെ ലക്ഷ്യം എന്താണ്? കാറ്റിനെ തോൽപ്പിക്കുക, രാത്രിയിൽ പറക്കുക, ചിറകിന്റെ കരുത്ത് കാട്ടുക, മരക്കൊമ്പിലെത്തുക. എന്താണ്? മരക്കൊമ്പിന്റെ സൗന്ദര്യത്തിലേക്കാണ് അല്ലേ? അപ്പൊ മരക്കൊമ്പിലെത്തുക. ഡി ആണ് ശരിയായ ഉത്തരം. ഡി. എപ്പോഴൊക്കെയാണ് ദേശാടന പക്ഷി ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നത്? മാസത്തിലൊരിക്കൽ, വർഷത്തിലൊരിക്കൽ, കോടമഞ്ഞിറങ്ങുമ്പോൾ, വർഷം മുഴുവൻ. ഏതാണ്? വർഷത്തിലൊരിക്കലാണ് ദേശാടന പക്ഷി ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ മരക്കൊമ്പിലേക്ക്, സ്വന്തം ഹൃദയത്തിലേക്ക്. ഈ പ്രയോഗത്തിലൂടെ വെളിവാകുന്നത് എന്ത്? വറ്റാത്ത ചോലയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ചുവന്ന പൂക്കൾ നിറഞ്ഞ ചാഞ്ഞ മരക്കൊമ്പ് പ്രിയപ്പെട്ടതാണ്. ആ മരത്തെയും പൂക്കളെയും ചുറ്റുപാടും ഏറെ ഇഷ്ടമാണ്. ഡി, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്തത് സാങ്കല്പിക അനുഭവം. പാറി ഉയരുമ്പോൾ ഏതു പറവയും പാടുവാൻ അറിഞ്ഞു. ഉയരങ്ങളിൽ പറക്കുമ്പോൾ ഉണ്ണിക്ക് പാടുവാൻ തോന്നുന്നു. ചിറകൊച്ചയല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത അവസ്ഥയിൽ ഏത് പറവയും പാടാൻ പഠിക്കുമത്രേ. നിങ്ങൾ മേഘത്തിനു മീതെ പറക്കുകയാണെന്ന് സങ്കല്പിക്കുക. എന്തൊക്കെയായിരിക്കും അനുഭവങ്ങൾ? ഭാവനയിലെ ആകാശയാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. നിങ്ങൾ മേഘങ്ങൾക്ക് മീതെ പറക്കുകയാണ്. അപ്പൊ നിങ്ങളവിടെ കാണാൻ സാധ്യതയുള്ള കാഴ്ചകളും അവിടുത്തെ വർണ്ണനകളും അവിടുത്തെ ഭംഗിയൊക്കെ ആസ്പദമാക്കി എന്താണ് ആകാശയാത്രയെക്കുറിച്ച് ഒരു വിവരണം. നിങ്ങൾ ഇങ്ങനെ യാത്ര പോയി, അന്നേരം എനിക്ക് പാടാൻ തോന്നി, പറക്കാൻ തോന്നി, മേഘത്തിന്റെ മേലെ കിടക്കാൻ തോന്നി, ചന്ദ്രനെ പിടിക്കാൻ തോന്നി, ചന്ദ്രൻ എന്നോട് കഥകൾ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ വിശദീകരിച്ച് ആ യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ, അണക്കെട്ടമ്മേ എന്ന അഖിലും അമ്മുവും വിളിക്കാനുള്ള കാരണം എന്ത്? സർപ്പശിരസ് പോലെ മറപിടിച്ചതിനാൽ, അണക്കെട്ടിന്റെ സൗന്ദര്യം അറിഞ്ഞതിനാൽ, വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തി ഭേദിച്ച് അവർക്കരികിലെത്തിയപ്പോൾ, കാതുകളിൽ പ്രപഞ്ചത്തിന്റെ ഇരമ്പം നിറഞ്ഞപ്പോൾ. ഏതാണ്? മൂന്നാമത്തെ, വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തി ഭേദിച്ച് അവർക്കരികിലെത്തിയപ്പോൾ. മൂന്നാമത്താണ് ശരി. ഓപ്ഷൻ സി ആണ് ഉത്തരം. രണ്ടാമത്തെ സി ക്വസ്റ്റ്യൻ. പ്രസ്താവന 1, സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടി ഉയരത്തിലാണ് കൊടൈക്കനാൽ. പ്രസ്താവന 2, കൊടൈക്കനാൽ ഒരു സുഖവാസ കേന്ദ്രമാണ്. പ്രസ്താവന 3, 9000 അടി ഉയരത്തിലുള്ള ഈ പ്രദേശം ക്രൂര മൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ്. കൊടൈക്കനാലിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ്? 1ഉം 2ഉമാണ് ശരി. സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടി ഉയരത്തിലാണ് കൊടൈക്കനാൽ. കൊടൈക്കനാൽ ഒരു സുഖവാസ കേന്ദ്രമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ്, ചുവടെ കൊടുത്ത 3A 3B എന്നീ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതാനാണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇതിൽ എഴുതിയാൽ മതി. 1, മഴയനുഭവം. ലില്ലി കരഞ്ഞുകൊണ്ട് മുന്നോട്ടോടി. അവളുടെ കുരുന്നു മുഖത്ത് മഴത്തുള്ളികൾ ചരൽക്കല്ലുകൾ പോലെ അടിച്ചുകൊണ്ടിരുന്നു. അവളുടെ കുഞ്ഞു പാദങ്ങളെ തലോടിക്കൊണ്ട് കലക്കവെള്ളം പാഞ്ഞു. മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന കൃതിയിലെ ലില്ലി മഴ നനയുന്ന അനുഭവമാണ് ഇവിടെ കണ്ടത്. അപ്രതീക്ഷിതമായി വന്നെത്തുന്ന മഴ നമ്മളെ ചിലപ്പോൾ കരയിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ മഴ അനുഭവം എഴുതുക. ചിലർക്ക് മഴ എന്ന് പറയുന്നത് നല്ലതായിരിക്കും, ചിലർക്ക് മഴ എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിൽ. ഇപ്പൊ നമുക്കറിയാം അല്ലെ, മഴ പെയ്ത സമയത്തൊക്കെ ഉരുൾപൊട്ടലും ഒരുപാട് ദുരന്തങ്ങളും ഉണ്ടായി. അതുകൊണ്ട് മഴ എന്നുള്ളത് ഒരു ദുരനുഭവമായി മാറിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് ഇങ്ങനെ മഴത്തുള്ളികൾ വീഴുന്നതും അതിലിരുന്ന് കട്ടൻ ചായയും പലഹാരം കഴിക്കുന്നതും മഴയത്ത് തുള്ളിക്കളിക്കുന്നതും ചിലർക്ക് നല്ല അനുഭവങ്ങളായിരിക്കും. അപ്പൊ നിങ്ങളുടെ അനുഭവം എന്താണോ അതിനെക്കുറിച്ച്, നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, നിങ്ങളുടെ ഒരു അനുഭവത്തെ കുറിച്ച് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ യാത്രാനുഭവം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഇഴഞ്ഞിഴഞ്ഞ് ഉയരം കയറുന്ന ബസ്സിനുള്ളിലിരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും അകലുകയാണെന്ന് തോന്നി. ആകാശത്തേക്ക് ഉയരുകയാണെന്നും. കെ. തായാട്ടിന്റെ യാത്രാനുഭവം പരിചയപ്പെട്ടല്ലോ. കുടുംബത്തോടൊപ്പമോ കൂട്ടുകാർക്കൊപ്പമോ നിങ്ങൾ നടത്തിയിട്ടുള്ള യാത്രകളിൽ മനസ്സിൽ പതിഞ്ഞൊരു യാത്രാനുഭവം. നിങ്ങൾ എങ്ങോട്ടെങ്കിലും ടൂർ പോയത്, യാത്ര പോയത്, കൂട്ടുകാരുടെയോ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെയൊക്കെ നിങ്ങൾ യാത്ര പോയപ്പോൾ ആ യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ചേർത്ത് ഒരു യാത്രാനുഭവം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചുവടെ കൊടുത്ത 4A, 4B എന്നീ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതാനാണ്. ആദ്യത്തെ കഥാപാത്ര പരിചയമാണ്. നീർനാഗം എന്ന പാഠത്തിൽ ബഷീർ ഒരു പാമ്പുകളിക്കാരനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലോ. ആ കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ, സ്വഭാവ രീതികൾ, സംഭാഷണത്തിന്റെ സവിശേഷതകൾ എന്നിവ ഉൾപ്പെടുത്തി കഥാപാത്രത്തെ പരിചയപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നീർനാഗം എന്ന ചാപ്റ്ററിലെ ഇതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പാമ്പ് കളിക്കാരനെ കുറിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞത്. നമുക്കറിയാം കഥയിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബഷീറിന്റെ ഭാഷ നമുക്കറിയാം, എല്ലാവർക്കും മനസ്സിലാവുന്ന വളരെ ലളിതമായ ഒരു ഭാഷയാണ് അല്ലേ. 6-7 വയസ്സുള്ളപ്പോഴാണ് ബഷീർ എന്ത് ചെയ്തത്, നീർക്കോലിക്കുഞ്ഞിനെ പിടിക്കുന്നത്. അതിനെ ഈർക്കിൽ തുമ്പിൽ തൂക്കിയിട്ടുകൊണ്ട് വലിയ ഭാവത്തില് എന്താണ് പല വീടുകളും ബഷീർ കയറി ഇറങ്ങി അവസാനം വീടിന്റെ വരാന്തയിലെ വിരിയുടെ ഇടയിൽ അതിനെ തൂക്കിയിട്ടിട്ട് ഇരിക്കും. വലിയ പാമ്പ് പിടുത്തക്കാരനാന്നൊക്കെ പറഞ്ഞിരിക്കും അല്ലേ. എന്നിട്ട് ഉച്ച നമസ്കാരത്തിന് വന്ന വാപ്പ നീർക്കോലിയെ കണ്ട് ബഷീറിനെ വിളിക്കുകയും നീർക്കോലിയെ പിടിച്ചതിന് ചൂരൽ കൊണ്ട് ബഷീറിനെ അടിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് എന്നാണ് ബാപ്പ ബഷീറിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ബാപ്പയുടെ ഈ വാക്കുകളിൽ തെളിയുന്ന ബഷീറിന്റെ സഹജീവികളുടെ നിലപാട് തന്നെയാണ് മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നും എല്ലാ ജീവികൾക്കും അതിനുള്ള അവകാശങ്ങൾ അല്ലെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നും മാത്രമേ മനുഷ്യനും ഈ ഭൂമിയിലുള്ളൂ, അവർക്ക് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ മനുഷ്യനും ഉള്ളൂ എന്നൊരു കാഴ്ചപ്പാടാണ് നീർനാഗം എന്ന ഈ കഥയിൽ ബഷീറിനുള്ളത്. അപ്പം ആ പാമ്പുകരക്കാരനെ കുറിച്ച് ഇതുപോലെ കഥാപാത്ര നിരൂപണം ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്ത് രാജനെ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. രാജനെയും ഭാര്യയെയും അറിയാത്തവരാണ് മറ്റുള്ളവർ. രാജനെയും കുടുംബത്തെയും അവർക്ക് പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കുക. രാജനും ഭാര്യയും വളരെ അല്ലേ അവര് പാവപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് വലിയ കാശൊന്നുമില്ല. പക്ഷെ ഒരിക്കലും അവരുടെ മകൻ എന്താണ് താജ്മഹൽ കാണാൻ പോണം എന്നൊക്കെ പറയും. പക്ഷെ അതൊരു ദൂര സ്ഥലത്താണെന്നും ആഗ്രയിലാണെന്നും അവർക്ക് അവിടം വരെ എത്താനുള്ള കഴിവ് സാമ്പത്തിക ശേഷി ഇല്ല എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അദ്ദേഹം പറയും വേനൽക്കാലത്ത് അടുത്ത നമ്മുടെ വെക്കേഷന് പോവാന്ന് പറയും. പക്ഷെ ആ സമയത്ത് മകൻ വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല. പക്ഷെ കുട്ടികളും അത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം തന്റെ തന്നെ നാട്ടിലുള്ള ഇടുക്കിയിലുള്ള താജ്മഹൽ കാണിക്കാൻ വേണ്ടി അവരെ കൊണ്ടുപോകുന്നതും അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ഇതിനെക്കുറിച്ച് കഥാപാത്രത്തെ കുറിച്ചുള്ള ഒരു പരിചയം നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വർണ്ണന. അന്തിക്ക് വാനിന്റെ വക്കത്ത് നിൽക്കുന്ന ചെന്തിയുടുപ്പിട്ട സൂര്യൻ. ബാലാമണി അമ്മ അസ്തമയ സൂര്യനെ ചെന്തിയുടുപ്പിട്ട എന്നാണ് വർണ്ണിക്കുന്നത്. മനോഹരമായ അസ്തമയ വർണ്ണന ഭാഗത്ത് നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. നിങ്ങൾ കാണുന്ന പ്രഭാതത്തെയോ സന്ധ്യയെയോ രാത്രിയെയോ വർണ്ണിച്ചെഴുതുക. ഏതെങ്കിലും ഒരു ഭാഗത്തെ വർണ്ണിച്ച് പകലിനെയോ സന്ധ്യയെയോ രാത്രിയോ ഏതെങ്കിലും വർണ്ണിച്ചെഴുതാൻ. ഇപ്പൊ രാത്രിയെ കുറിച്ച് വർണ്ണിച്ചെഴുതിയേക്കണം. നോക്കൂ. ആകാശത്ത് നക്ഷത്രങ്ങൾ ചെറുതായി മിന്നുന്നു. ചന്ദ്രന്റെ മൃദുവായ വെളിച്ചം ഭൂമിയെ വെള്ളിത്തിളക്കത്തിൽ മൂടുന്നു. ഇതുപോലെ വർണ്ണിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 6ാമത്തെ ചോദ്യം കത്ത് തയ്യാറാക്കുക. ഇതിൽ 6ാമത്തെ ചോദ്യം കത്ത് തയ്യാറാക്കാനാണ്. ഉയരങ്ങളിലേക്ക് ഒരു യാത്ര എന്ന പാഠഭാഗം ആരംഭിക്കുന്നത് പ്രിയമുള്ള മകനെ എന്ന സംബോധനയോടെയാണ്. മകന്റെ ചിന്തകളിൽ അവ ചിത്രങ്ങളായി പതിയും. തായാട്ടിന്റെ യാത്രാനുഭവം നിങ്ങളിൽ ഉണ്ടാക്കിയ ചിന്തകളും അനുഭൂതികളും അറിവുകളും വിശദീകരിച്ച് കൂട്ടുകാരന് തയ്യാറാക്കുക. ഒരു കത്ത് തയ്യാറാക്കുമ്പോൾ ഒരു കോളൊക്കെ വരച്ചിട്ട് നിങ്ങളുടെ സ്ഥലം ഇതൊക്കെ എഴുതിയിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ ഇന്നൊരു എൻ്റെ സ്കൂളിലെ പാഠപുസ്തകത്തിൽ ഞാനൊരു ഇത് വായിച്ചു, ഒരു യാത്രാനുഭവം വായിച്ചു. ഉയരങ്ങളിലേക്ക് ഒരു യാത്ര എന്നൊരു പാഠഭാഗം ഞങ്ങളുടെ ബുക്കിലുണ്ടായിരുന്നു. അതിലാദ്യം തുടങ്ങുന്നത് തന്നെ പ്രിയമുള്ള മകനെ എന്ന സംബോധനയോടെയാണ്. അപ്പോൾ ആ മകന്റെ ചിന്തകളിൽ കുറെ ചിത്രങ്ങളും പിന്നെ അതിലെ തായാട്ടിന്റെ യാത്രാനുഭവങ്ങളൊക്കെ കുറെ ഉണ്ടായിരുന്നു. അത് എന്നിൽ പല ചിന്തകളും അനുഭൂതികളും അറിവുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നതൊക്കെയാണ്. അപ്പൊ നിനക്കും പറ്റിയാൽ നീ ഇതൊന്ന് വായിച്ചു നോക്കുക, നിനക്കും ഇത് ഇഷ്ടപ്പെടും. നീ വായിച്ചിട്ട് ഇതിന്റെ അനുഭവത്തെക്കുറിച്ച് എനിക്ക് ഒരു മറുപടി എഴുതണം. നിന്റെ കത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ എന്നിട്ട് പേരെഴുതിയിട്ട് ഇത് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു കത്ത് തയ്യാറാക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഈ 2ാം പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള പാഠാവലിയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.